മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ചെയ്യുന്നത്. പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്, ഫുൾ സ്ലീവ്. അതുപോലെ നെക്കിലും യോക്കിലും ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവിലും അടിയിൽ ഫ്രില്ല് വെക്കുന്നുണ്ട്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഷേപ്പിന് വേസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് അനുസരിച്ച് 15 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടി വരച്ചു കൊടുക്കുക. 34 ഇഞ്ചിലാണ് നമ്മൾ ഈ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള അളവാണ് 34. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 8.5 ഇഞ്ച്, 8.5. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 9.5. അതാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ആദ്യം നമ്മൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ആം ഹോൾ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി താഴ്ത്തി മാർക്ക് ചെയ്തത് 6.5 ഇഞ്ചിലോട്ട് കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 28 ഇഞ്ചാണ് വേസ്റ്റ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി 8 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇനി താഴെ നിന്ന് 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്തു. ഇത് ആർച്ച് പോലെ വരച്ചു കൊടുത്ത് ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. കാരണം നമ്മൾ സ്കേർട്ട് പോർഷനും കൂടെ യോജിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കും. ഇനി ആം ഹോള് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് ആം ഹോൾ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്തു ആം ഹോളിൻ്റെ. അതിന് ശേഷം ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ചോളം നമ്മൾ ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്തു കേട്ടോ. അവിടേക്ക് ഇനി ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഹാഫിൽ നിന്ന് വീണ്ടും താഴേക്ക് എവിടെയാണോ മുട്ടുന്നത് അവിടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 2.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നെക്കിൻ്റെ ലെങ്ത്ത്, ഇത് ബാക്ക് നെക്ക് ലെങ്ത്ത് 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് കേട്ടോ. അതിനുശേഷം ഇത് റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ റൗണ്ട് ഷേപ്പാണ് കൊടുത്തത്. ഇനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിടത്തേക്ക് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുത്തു. അതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ബാക്ക് ആം ഹോളാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ എല്ലാം മാറിപ്പോകും. അതിനുശേഷം നമ്മൾ അടിയിലെ ആർച്ച് പോലെ കട്ട് ചെയ്ത് വരച്ചതും കട്ട് ചെയ്ത് മാറ്റി. ഇനി തയ്യൽ തുമ്പിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന്. ഇനി ബാക്ക് ആം ഹോൾ ആദ്യം കട്ട് ചെയ്യുക കേട്ടോ, കാരണം അത് ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി ഇവിടെ ഒന്ന് ഇത് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടക്കിൻ്റെ 34 ആണ് നമ്മുടെ ചെസ്റ്റ്. അപ്പോൾ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.4. അതാണ് നമ്മൾ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തത്. അതിനുശേഷം ബസ്റ്റ് പോയിൻ്റ് ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യും. ഞാനിപ്പോൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബസ്റ്റിൻ്റെ അവിടെ വരെയുള്ള ആ ലെങ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി രണ്ട് സൈഡിലേക്കും ഒരു 1/2 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വീണ്ടും അത് നമ്മൾ ആ ബസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ താഴേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതെല്ലാ പോർഷനിലേക്കും ക്ലോത്തിൻ്റെ എല്ലായിടത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ബാക്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ടക്ക്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെ ഇതുപോലെ വരച്ചെടുക്കുക. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ, അതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ച് കൂട്ടി ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ടക്ക് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് തന്നെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇത് അടുത്ത പോർഷനിലോട്ടും കൂടി നമ്മൾ ആ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് മാറ്റിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ഫ്രണ്ടിൻ്റെ നെക്കും കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്തിരുന്നു നെക്കൊക്കെ. പക്ഷേ ഇത് ഞാനിപ്പം ക്യാൻവാസിലോട്ടും കൂടി ഒന്ന് ആ നെക്ക് അതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നെക്ക് ബാക്ക് മാത്രം കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഫ്രണ്ട് ക്യാൻവാസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാൻവാസിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഓർക്കാതെ അതിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ആ ക്ലോത്തിൽ കട്ട് ചെയ്ത അതേ അളവിൽ 5.5 ഇഞ്ചിൽ തന്നെ നെക്ക് ലെങ്ത്ത് അതുപോലെ വിഡ്ത്ത് 2.25 ഇഞ്ചിൽ നമ്മളിതുപോലെ
കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ആ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്, കാരണം നെക്കിൻ്റെ വീതി മാറി പോകാതിരിക്കാനാണ് കേട്ടോ. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതൊരു പീസ് ക്ലോത്തിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ സെയിം ക്ലോത്ത് തന്നെ ലൈനിങ് ആയിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഇത് സെയിം ക്ലോത്തിൽ തന്നെ വെച്ച് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ പീസ് ക്ലോത്ത് നമ്മൾ സാധാരണ നെക്കിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യല, അത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വീതിയിൽ എടുക്കുവാണ്, ഈ സെയിം ക്ലോത്ത് തന്നെ. ഇതും ബാലൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് കട്ടിക്ക് നിൽക്കട്ടെ എന്നോർത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആം ഹോളിൻ്റെ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്യും. നമ്മളൊരു ഹാഫ് പോർഷനോളം ഈ ഒരു ലൈനിങ് പോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് പ്ലീറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ അവിടെ അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ 2 ഇഞ്ച് വീതിയിൽ കുറച്ച് ലെങ്ത്തിൽ, ആവശ്യമുള്ള ലെങ്ത്തിൽ നമ്മൾ എടുത്തതാണ് കേട്ടോ. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് അതുപോലെ യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് നോക്കുക കേട്ടോ, തയ്യൽ തുമ്പോട് കൂടിയിട്ട്. ഇവിടെ 45 ഇഞ്ചാണ് എടുത്തത്, അതിൽ നിന്ന് 15 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 32 ഇഞ്ചാണ് തയ്യൽ തുമ്പോട് കൂടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 4 ലെയറായിട്ട് ഞാൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റിനേക്കാളും ഇരട്ടി ക്ലോത്ത് എടുക്കുക കേട്ടോ, എങ്കിലും നമുക്ക് ഫ്രില്ല് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ആ ലെങ്ത്തിലും വിഡ്ത്തിലും എടുക്കുക. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്, 20 ഇഞ്ച്. അതിനേക്കാളും ഒരു 5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടി ലെങ്ത്ത് എടുക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പഫ് സ്ലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുകളിൽ മാത്രം പഫായിട്ടിരിക്കുന്ന ആ ഒരു ലെങ്ത്തിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് അവിടെ നമ്മൾ വരച്ചു കൊടുത്തു. ഇവിടെയാണ് സാധാരണ സ്ലീവിൻ്റെ മാർക്കിങ് കൊടുക്കുന്നത്. ഈ 5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പഫ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്യണം കേട്ടോ. 34 ആണ് ഇവിടെ ചെസ്റ്റ്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച്, അതാണ് നമ്മളവിടെ മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് താഴേക്ക് ആ 34നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.4, അതാണ് നമ്മൾ വീണ്ടും താഴേക്ക് മാർക്ക് ചെയ്തത്. അതൊന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മുകളിലെ 8 ഇഞ്ച് തന്നെ താഴേക്കും കൂടെ ആ ലൈനിൽ മാർക്ക് ചെയ്ത്. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഷേപ്പ് നമുക്ക് സ്ലീവിന് കിട്ടും കേട്ടോ. അതിനുശേഷം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു, അവിടെ നിന്ന് പുറത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പം നമുക്ക് അവിടെ കറക്റ്റ് ഷേപ്പിൽ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഏത് അളവിലുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അടിയിൽ നമുക്ക് കറക്റ്റ് വീതി എത്രയാണോ അത് കൊടുക്കുക. ഇപ്പം ഞാനവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഫ്രില്ല് പോലെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ ഫുൾ വീതിയിൽ തന്നെയാണ് നമ്മളൊന്ന് എടുക്കുന്നത് കണ്ടോ. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്, കാരണം അവിടെ നമുക്ക് കൂടുതൽ ക്ലോത്ത് വേണം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇടാത്തവരാണെങ്കിൽ കറക്റ്റ് വീതി കൊടുക്കുക. ഇനി നമുക്ക് പഫിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് കൊടുത്തില്ല, അവിടെ നമ്മളൊരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് കണ്ടോ, നമ്മുടെ നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടേക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ ഈ ഒരു കാണിച്ച രീതിയിൽ നമ്മളൊന്ന് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പോർഷനാണ് പഫായിട്ട് പൊന്തി നിന്ന് വരുന്നത്, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം പഫ് ആവശ്യമില്ലാത്തവർ ഈ 5 ഇഞ്ച് കൊടുക്കണ്ട കേട്ടോ മുകളിലേക്കുള്ളത്. അതിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ താഴത്തെ ആ പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇനി ഈ കറക്റ്റ് 20 ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ താഴേക്കും നമ്മളൊരു 3 ഇഞ്ചോളം എക്സ്ട്രാ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണ്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒരു ഫ്രില്ല് പോലെ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് 20 ഇഞ്ചിൽ മടക്കിയിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കുക. അത് അടിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലോത്ത് അയൺ ചെയ്ത് വെച്ചിരുന്നല്ലോ ലൈനിങ്ങിൽ, അതൊന്ന് ഇതുപോലെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ സെയിം ക്ലോത്ത് തന്നെയാണ് ലൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ലൈനിങ് ക്ലോത്ത് എടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസിൽ ക്യാൻവാസ് ഇതുപോലെ അയൺ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇനി അവിടെ ഒന്ന് ചെറിയ കട്ടിങ് കൊടുത്തു, ആ റൗണ്ട് ഷേപ്പ് തിരിച്ച് ഇടുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ആ തയ്യൽ തുമ്പും ലൈനിങ്ങും കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് തിരിക്കുക.
അപ്പോൾ ഞാൻ കൂടുതൽ ക്ലോത്ത് ഉള്ളതുകൊണ്ട് സെയിം ക്ലോത്ത് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് തിരിച്ചിട്ടതിന് ശേഷം ഇനി നമുക്ക് നെക്ക് പതിച്ച് അടിച്ചു കൊടുക്കാം. അപ്പം ഈ ക്യാൻവാസ് ചെറിയ ഒരു പീസിൽ വേണമെങ്കിലും നമുക്ക് അയൺ ചെയ്തെടുത്തിട്ട് നമ്മൾ ചുരിദാറൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിന് ശേഷം ഇത് ബാക്ക് പോർഷന് വേണ്ടിയിട്ട് കണ്ടോ, നമ്മൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഇവിടെ ഞാനൊരു കുറച്ച് വീതിയിലാണ് ക്ലോത്ത് താഴേക്കും കൂടി എടുത്തിരിക്കുന്നത്, അത്രയും പോർഷൻ ഒന്ന് കട്ടിയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം ഇത് നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇവിടെയും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് തയ്യൽ തുമ്പിൽ കൂടി, തിരിച്ചിടുമ്പോൾ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇത് തിരിച്ച് എടുക്കുക കേട്ടോ. തിരിച്ച് ഇത് ചീത്ത വശത്തേക്ക് കണ്ടോ, ഈ ലൈനിങ് ആയ പോർഷൻ നമ്മൾ ഇവിടെയും തയ്യൽ തുമ്പും നമ്മുടെ ഈ ലൈനിങ് പീസും കൂടെ ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് മറച്ചു കൊടുക്കുക. ഇത് നെക്കിൻ്റെ പോർഷൻ ഇപ്പം നമ്മൾ പതിച്ചടിക്കുന്നില്ല ബാക്കിൽ, കാരണം നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ നല്ല വശങ്ങൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ഇട്ടിട്ട് ഡയറക്റ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം അവിടെ നമുക്ക് തയ്യൽ തുമ്പ് കുത്തിക്കൊള്ളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടോ, നമ്മൾ ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ തിരിച്ച് കൊണ്ടുവന്ന് അവിടെ പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ അടിച്ചിട്ട് ആ ലൈനിങ് തിരിച്ച് ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ചെറിയ പീസാണ് നെക്കിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷനിൽ എടുത്തെങ്കിൽ ആ ഒരു ക്ലോത്ത് നമ്മൾ അങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത് രണ്ട് ഷോൾഡർ ഒരുപോലെ വെച്ചു. അതിന് ശേഷം ബാക്കിലെ ലൈനിങ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഷോൾഡർ കറക്റ്റാക്കി വെച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ രണ്ട് സൈഡിലും ഷോൾഡർ 1/2 ഇഞ്ച് വീതം അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ ആ ലൈനിങ് ബാക്കിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുക കണ്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ തയ്യൽ തുമ്പ് ഉള്ളിലായി നല്ല നീറ്റായി കിട്ടി. ഇനി നമുക്കൊന്ന് ബാക്ക് നെക്ക് പതിച്ച് അടിച്ചു കൊടുക്കാം, ഫ്രണ്ടും പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ, ആദ്യം അടിച്ചിട്ടില്ലാത്തവർ. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഈ പോർഷൻ കണ്ടോ, ബാക്കിലെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇത്രയും ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ. അവിടെ നമ്മൾ അടിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ, കാരണം സൈഡ് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് അവിടെ തന്നെ നിന്നോളും. ഇനി നമുക്ക് ടക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ടക്ക് ഇതുപോലെ പിടിച്ചിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുത്ത് ആ ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. കറക്റ്റാക്കി പിടിച്ച് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും തന്നെ ചെയ്ത് കൊടുക്കുക. ഉണ്ട്, ഈ സൈഡും ഇതുപോലെ തന്നെ പിടിച്ച് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ തന്നെ അടിച്ചെടുക്കുക. ബാക്കിലും നമ്മൾ അതുപോലെ തന്നെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പം ബാക്കിൽ ആ ലൈനിങ് അവിടെ വരെ കണ്ടോ, ഇവിടെ വരെ വന്ന് നിൽക്കും. അത് പ്രശ്നമില്ല. അതും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് എത്ര നീളം കൊണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ ടൈറ്റായിട്ട് നിന്നോളൂ. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തില്ല. അപ്പം നമ്മൾ ഇവിടം വരെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, ആ ഒരു കട്ടിങ് വരെ. അപ്പോൾ അവിടെ ഒരു ചെറിയ മാർക്കിങ് കൊടുക്കുക പ്ലീറ്റ് ഇടുന്നത് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇനി ചെറിയ ചെറിയ പ്ലീറ്റ് രണ്ട് സൈഡിലേക്കും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിച്ച് അതിന് ശേഷം നെക്കൊക്കെ നമ്മൾ പതിച്ചടിച്ചു കൊടുത്തു കണ്ടോ. സ്ലീവ് ഞാൻ ആ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തു. രണ്ട് സ്ലീവിൽ നമ്മൾ ആ മാർക്കിങ് വരെ പ്ലീറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മുകളിലേക്ക് നല്ല രീതിയിൽ പഫായിട്ട് നിൽക്കും. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിയിലെ പോർഷനിൽ കണ്ടോ, നമ്മൾ ആ മാർക്ക് ചെയ്തിരുന്നില്ല, 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുത്തിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ മടക്കുക. മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഇലാസ്റ്റിക്കിൻ്റെ വീതിയിൽ വീണ്ടും ഒരു 1/2 ഇഞ്ച് നമ്മൾ അടിയിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കണ്ടോ, രണ്ട് സൈഡിലേക്കും നമ്മൾ ആ പഫിൻ്റെ അവിടെ നിന്ന് രണ്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി പഫ് വെച്ച് കഴിയുമ്പം രണ്ട് സൈഡിലേക്ക് എക്സ്ട്രാ കിട്ടുന്നില്ലെങ്കിൽ ഒരു പഫിൻ്റെ അവിടെ നിന്ന് ഓരോ പ്ലീറ്റ് അഴിച്ചു കൊടുക്കുക കേട്ടോ, ലെങ്ത്ത് ഇവിടം വരെ കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രില്ല് നെക്കിൽ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തിരുന്നില്ല, അത് രണ്ട് സൈഡിൽ ഞാനൊന്ന് മടക്കി അടിക്കുന്നതിന് പകരം ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഇതുപോലൊരു ഫൂട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
ടോപ്പ് മെഷീനിൽ നമുക്ക് ഇതുപോലെ ഫൂട്ട് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഫ്രില്ല് ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ഫൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുന്നതെന്നുള്ളത് കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെയും നമ്മൾ ഈ ഫ്രില്ല് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മൾ കണ്ടോ ഈ ഒരു ക്ലോത്ത് അടിയിലേക്കുള്ള സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഈ ഫൂട്ട് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീതിയിൽ നമ്മൾ ഈ യോക്കിൻ്റെ വീതിയിൽ തന്നെ ഫ്രില്ലിട്ട് കൊടുത്ത് ബാക്കി ക്ലോത്ത് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് അവിടെ വേസ്റ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം ഈ ഫ്രില്ല് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അടിക്കാൻ. അപ്പോൾ നമ്മൾ കണ്ടോ നെക്കിൻ്റെ അവിടെയും അടിച്ചു കൊടുത്തു, സ്ലീവ് നമ്മൾ വെച്ച് കൊടുത്തു, സ്ലീവ് സൈഡ് അടിച്ച് എടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ടോ ഞാൻ ആ ഇലാസ്റ്റിക് നമ്മൾ 1/2 ഇഞ്ച് വിട്ട് അടിച്ചിരുന്നല്ലോ, അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു, യോക്കിൻ്റെ അവിടെ ഫ്രില്ല് ഇട്ട് കൊടുത്തു. ബാക്കിൽ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഉൾവശം നമ്മൾ ഇത് മറിച്ചതിന് ശേഷം ഇനി സൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. അടി വരെ അടിച്ചു കൊടുത്ത് അടിയിൽ മടക്കി അടിച്ചു കൊടുക്കുക. അതൊക്കെ സാധാരണ ചെയ്യുന്നതാണ് കണ്ടോ. അപ്പോൾ അടിച്ച് വന്നപ്പോൾ കണ്ടോ നെക്കിൽ നമ്മൾ ബാക്കിൽ കൊടുത്തിട്ടില്ല ഫ്രില്ല്. ബാക്കിൽ കൊടുക്കുന്നവർക്ക് കൊടുക്കാം, ഞാൻ ഫ്രണ്ടിൽ മാത്രമേ. ഇപ്പോൾ ഒരേ കളറായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും. അടിയിൽ കണ്ടോ നമ്മൾ അതുപോലെ മടക്കി ഇലാസ്റ്റിക് വെച്ച് കൊടുത്തപ്പോൾ അവിടെ നമ്മൾ ഒരു ഫ്രില്ല് പോലെ നല്ല രീതിയിൽ കിട്ടി. സ്ലീവ് നല്ല പോലെ പഫായിട്ട് മുകളിലേക്ക് കിട്ടുന്നുണ്ട്. അടിയിൽ സ്ലീവിൻ്റെ ഫ്രില്ല് ഇതേ രീതിയിലാണ് ഇലാസ്റ്റിക് വരുമ്പോൾ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നെക്കിൻ്റെ അവിടെ നമ്മൾ ആ ഫ്രില്ല് നെക്കാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ യോക്കിൻ്റെ അവിടെയും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത് സെയിം കളറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നല്ല ഭംഗിയാണ് നേരിൽ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇത് ഫുൾ ലെങ്ത്തിൽ നമുക്ക് വേണമെങ്കിൽ മാക്സി ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് പാൻറ് ഇട്ടിട്ട് നമുക്ക് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പഫ് നല്ല രീതിയിൽ ഷോൾഡറിൻ്റെ അവിടെ ഉയർന്ന് തന്നെ നിൽക്കും കേട്ടോ, നമ്മൾ ആ എക്സ്ട്രാ എടുത്തത് കൊണ്ട്. ഈ സ്ലീവിൻ്റെ അടിയിലുള്ള ഒരു ഫ്രില്ല് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ സാധാരണ മടക്കി അടിക്കുന്ന പോലെ എക്സ്ട്രാ 3 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീതിയിലാണ് നമുക്ക് താഴേക്കുള്ള ഫ്രില്ല് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ആ മടക്കി അടിച്ചതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് എക്സ്ട്രാ ഒരു അടിപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേറെ പീസ് വെച്ച് അടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രില്ലാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതുപോലത്തെ മാക്സി ഡ്രസ്സ് ഫ്രോക്ക് ടൈപ്പ് കുർത്തി നമുക്ക് ഫ്രിൽ നെക്ക്, ഫ്രിൽ യോക്ക്, ഫുൾ സ്ലീവ്, പഫ് സ്ലീവ് ഇതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.